ഭക്ഷണമേശയിൽ സെർവന്റിനെ ഇരുത്തിയപ്പോൾ ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നു, വൈജയന്തി, അലീനയുള്ളപ്പോൾ ഇങ്ങനെയൊരു ശീലമില്ലായിരുന്നല്ലോ. അപ്പം ഇല്ലായിരുന്നു, നിങ്ങളൊക്കെ കൂടിയല്ലേ അത് ഉണ്ടാക്കിയത്. ബാലേന്ദ്രമേനോൻ പറയുന്നു. അലീന പോയതോടുകൂടി ഞാൻ ആ പരിഗണന അങ്ങോട്ട് റദ്ദാക്കി. അപ്പോൾ വൈജ പറയുന്നു, നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നവളെ നിങ്ങൾക്കിരുത്താമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നവളെ എനിക്കും ഇരുത്താം. ബാലേന്ദ്രൻ എഴുന്നേൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ, ഞങ്ങൾ വേറെ ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് കഴിച്ചോളാം. അപ്പോൾ കൃഷ്ണ സർവൻറ്റിനോട് ചോദിക്കുന്നു, ഇത്രയൊക്കെയായിട്ടും ചേച്ചിക്ക് മനസ്സിലായില്ലേ? നിങ്ങളിവിടെ ജോലിക്ക് വന്നതാണോ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നതാണോ? അവർ പറയുന്നു, എൻ്റെ കൊച്ചെ, ഞാനൊന്നും ചെയ്തില്ല, എന്നോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നേ ഉള്ളൂ. എനിക്ക് അടുക്കളയിൽ ഇരുന്ന് കഴിച്ചാണ് ശീലം. അവർ എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോകുന്നു. വല്യപ്പച്ചനും അലീനയും ശാലിയും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അലീന കൈകൊണ്ട് ഭക്ഷണം വരി കഴിക്കുന്നത് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ പറയുന്നു, അലീന, ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം. ഡിസിപ്ലിൻ പാലിക്കുന്നത് എനിക്ക് നിർബന്ധമാണ്. വല്യപ്പച്ചൻ പറയുന്നു, ലാലിച്ച, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിച്ചോട്ടെ. പണ്ട് നിൻ്റെ അമ്മച്ചി മീൻചട്ടിയിൽ ചോറ് വാരി തന്നപ്പോൾ നീയൊക്കെ എന്തുമാത്രം കഴിച്ചിരിക്കുന്നു. അലീന അനാഥാലയത്തിലായിരുന്നപ്പോൾ സ്കൂളിൽ ഭക്ഷണം കൊണ്ടുപോയതും വാരി കഴിച്ചതും പറയുന്നു. ഈ ചോറും കറിയും എങ്ങനെയാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തൊട്ട് കഴിക്കുന്നത്? അത് വാരി കഴിച്ചില്ലെങ്കിൽ അതിനെന്താണ് സുഖമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഷാലി പറയുന്നു, ഒരാർഗ്യുമെൻറ്റും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അലീന ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റാൻലി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകുന്നു. അലീന വീണ്ടും കൈകൊണ്ട് ഭക്ഷണം വാരി കഴിക്കുന്നു. സ്റ്റാൻലി അതിനെ എതിർക്കുന്നു. വല്യപ്പച്ചൻ അലീനയ്ക്ക് സപ്പോർട്ട് നിൽക്കാൻ സ്റ്റാൻലി സമ്മതിക്കുന്നില്ല. സ്റ്റാൻലി അലീനയോട് ഡിസിപ്ലിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അലീന ചോദിക്കുന്നു, ഈ വീട്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ടോ? ഇവിടുത്തെ കിച്ചണിലുണ്ടോ? പപ്പയ്ക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ജോലിക്കാർ ഞാൻ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നു, ജോലിക്കാർ ചെയ്യുന്നത് പപ്പ ശമ്പളം കൊടുക്കുന്നത് കൊണ്ടാണ്. അതിന് അച്ചടക്കം എന്ന് പറയില്ല, വിധേയത്വം എന്ന് പറയും. ഊടുമേശയിൽ മാത്രം മതിയോ ഡിസിപ്ലിൻ എന്നും ഒരു കയ്യിൽ മദ്യവും ഒരു കയ്യിൽ സിഗരറ്റും വച്ചിരിക്കുന്നതാണ് പപ്പ പാലിച്ചു വരുന്ന ഡിസിപ്ലിൻ എന്ന് അലീന പറയുന്നു. അത് കേട്ട് ഷാലി പറയുന്നു, നീ മാറ്ററിൽ നിന്നും ഡൈവേർട്ട് ചെയ്തു പോകരുത്. ഞാൻ മദ്യപിച്ചാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇതൊന്നും ഡിസിപ്ലിൻ അല്ല, കുറച്ച് ദുശ്ശീലങ്ങളുള്ള ഒരാൾ പാലിച്ചു വരുന്ന ജീവിതമാണെന്ന് അലീന പറയുന്നു. പപ്പയെ ധിക്കരിക്കുന്നതല്ലെന്നും വർഷങ്ങളായി പാലിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നിർത്താൻ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്നും മദ്യപാനവും പുകവലിയും ഒറ്റയടിക്ക് നിർത്താൻ പപ്പയ്ക്ക് സാധിക്കുമോ എന്നും അലീന ചോദിക്കുമ്പോൾ ഷാലി അത് സമ്മതിക്കുന്നു. പപ്പയെ വിഷമിപ്പിച്ചതിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ടാൽ അത് തിരുത്തണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ സ്റ്റാൻലി അവളെ മതിപ്പോടെ നോക്കുന്നു. സെർവൻ്റ് രാവിലെ എഴുന്നേറ്റിട്ടില്ലെന്നും മക്കൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കണ്ട് വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ കിച്ചണിൽ വന്ന് കുട്ടികളെ ശാസിക്കുന്നു. നിങ്ങളെന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വായിക്ക് രുചിയായിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയാണെന്ന് ബബിത പറയുന്നു. ഞങ്ങൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞോട്ടെ, അതിൽ അമ്മ വിഷം കലക്കരുതെന്ന് രോഹി പറയുന്നു. പണ്ട് ഞാൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാറില്ലല്ലോ എന്നും ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നും പറയുമ്പോൾ, അന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോൾ അലീന ചേച്ചി എല്ലാം പഠിപ്പിച്ചു തന്നു എന്നത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നു. രസകരമായ നാളത്തെ ഭാഗങ്ങൾക്കായി കാത്തിരിക്കാൻ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.